നമസ്കാരം. ഇന്നലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 10 വർഷത്തെ പിണറായി വിജയൻ്റെ കിരാത ഭരണത്തിനു ശേഷം UDF സർക്കാർ അധികാരമേറ്റെടുത്തു എന്നുള്ളതാണ്. പ്രൗഢഗംഭീരമായ സദസ്സ്. ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ സത്യപ്രതിജ്ഞ കാണാനായി ഒഴുകിയെത്തിയത്. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. ഒന്നാമത് ഈ പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് പോവുകയാണ്, UDF സർക്കാർ അധികാരത്തിൽ വരികയാണ്. എത്ര മോശമായാലും പിണറായി സർക്കാരിൻ്റെ അത്രയാകില്ല എന്നുള്ള ഒരു ബോധ്യം ജനങ്ങൾക്കുണ്ട്. അവിടെ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, എനിക്ക് വ്യക്തിപരമായി സന്തോഷം തോന്നിയ ഒരു കാര്യം, റിനി ആൻ ജോർജ് എന്ന് പറയുന്ന മാധ്യമങ്ങളൊക്കെ അവരെ വിശേഷിപ്പിക്കുന്നത് അവതാരിക, പത്രപ്രവർത്തക, സിനിമാ നടി എന്നൊക്കെയാണ്. എനിക്കറിയില്ല, ഞാനവരെ ആ രംഗത്തൊന്നും കണ്ടിട്ടില്ല. കണ്ടതാകെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ലൈംഗികാരോപണ വിഷയവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ മാത്രമാണ്. പിന്നീട് അവരെ ശ്രദ്ധിക്കുന്നത് VD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം എൻ്റെ പത്മനാഭൻ ഇനി കേരളം ഭരിക്കും എന്ന്, തിരുവനന്തപുരത്തിൻ്റെ മണ്ണ് ഭരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടപ്പോഴാണ്. അപ്പോഴാണ് ഇവരെ പറ്റി നമുക്ക് മനസ്സിലായത്. അല്ലാതെ ഈ സ്ത്രീ പത്രപ്രവർത്തകയാണോ, സിനിമാ നടിയാണോ, അവതാരകയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിതുവരെ അവരെ ഒരു പരിപാടികളിലും കണ്ടിട്ടുമില്ല. എന്തായാലും ഇന്നലെ കണ്ട വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച, അത് ഈ റിനി ആൻ ജോർജിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂകി ഓടിക്കുന്നതാണ്. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ പ്രവൃത്തികളെ ഒരു കാരണവശാലും ഞാൻ അനുകൂലിക്കുന്നില്ല. പക്ഷേ അയാളൊരു മനുഷ്യനാണ്, അയാളൊരു രാഷ്ട്രീയ നേതാവാണ്, ഒരു ചെറുപ്പക്കാരനാണ്. അതിനു പുറമെ നമ്മുടെ നാട്ടിലെ ഒരു നിയമവ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിക്ക് അനുസരിച്ച് അയാൾക്കുള്ള ശിക്ഷയൊക്കെ കൊടുക്കാം. പക്ഷേ ഇത്തരത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ വളരെ ക്രൂരമായി അയാളെ അധിക്ഷേപിക്കുന്നതൊന്നും നമുക്ക് അനുകൂലിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ അതിലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ ഭീകരമായിട്ടുള്ള ഒരു സൈബർ ആക്രമണമാണ് അയാൾ നേരിട്ടത്. അത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന്, ഫെമിനിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന്, ഈ അന്തം കമ്മികളുടെ ഭാഗത്ത് നിന്ന്, പാവാട ആംഗളമാരുടെ ഭാഗത്ത് നിന്ന്, അങ്ങനെ പല തലങ്ങളിൽ നിന്നും അയാൾക്ക് വളരെ ക്രൂരമായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. അയാൾ കുറ്റക്കാരനാണെങ്കിൽ അയാളെ ഇവിടുത്തെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് അയാളെ കോടതിയിൽ ഹാജരാക്കി അയാൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ നൽകണം. അതാണ് വേണ്ടത്. അല്ലാതെ സമൂഹ മാധ്യമത്തിലൂടെ അയാളെ മൃഗീയമായി അവഹേളിക്കുന്നതൊന്നും, അയാളെ എന്നല്ല ഒരാളെയും അവഹേളിക്കുന്നതൊന്നും അനുവദിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സമൂഹ മാധ്യമത്തിലൊക്കെ നമുക്ക് വളരെ മാന്യമായിട്ടുള്ള ഒരു വിമർശനങ്ങളൊക്കെ നടത്താം. പക്ഷേ സമൂഹ മാധ്യമം ഇന്ന് പലരും കരുതുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കാനും അവരെക്കുറിച്ച് അപവാദം പറയാനും ഒക്കെയുള്ള ഒരു ഉപാധിയായിട്ടാണ്. എന്തായാലും റിനി ആൻ ജോർജിനെ കൂകി ഓടിക്കുന്ന ഒരു കാഴ്ച ഇന്നലെ കാണാനിടയായി. അവർക്കതിനൊന്നും യാതൊരു കൂസലുമില്ലായിരുന്നു എന്നുള്ളതാണ്. അവരിതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് പോകുന്നത്. പിന്നെ പ്രധാന മാധ്യമങ്ങളൊന്നും ഇവരുടെ മുന്നിൽ മയക്കം നീട്ടിക്കൊണ്ട് ചെല്ലുന്നത് കണ്ടില്ല. പിന്നെ എവിടെയും, അതായത് ഈ മീൻവെട്ടിനടുത്ത് പൂച്ചയിരിക്കുന്നത് പോലെ കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ പ്രമുഖരായിട്ടുള്ളവരൊന്നുമില്ല. ഒരു മൊബൈലും കൊണ്ട് ഇതുപോലെയുള്ള ചാക്കാര നടക്കുന്ന വീടുകളിലും, കല്യാണം നടക്കുന്ന വീടുകളിലും, പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടികൾ ഉള്ള വീടുകളിൽ, ചടങ്ങ് നടക്കുന്ന വീടുകളിലും ഒക്കെ പോകുന്ന ചില ശവന്തീനികളുണ്ട്. ഇവരൊക്കെ പോയിട്ട് ഇവരോട് ചോദിക്കുകയാണ്, അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ്, അവർ അഭിപ്രായം വിളമ്പുകയാണ്. യഥാർത്ഥത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ആരോപണം ഉന്നയിക്കുന്നത് ഇവരാണ്. അതിനുശേഷം ഇവർ എത്രയോ തവണ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തു, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ മുന്നോട്ട് വരണം എന്നുള്ള രീതിയിൽ ഇവർ എത്രയോ തവണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് രാഹുൽ മുന്നോട്ട് പോയത്. അയാളെ ഒരു തരത്തിലും, ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു തരത്തിലും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഇന്നലത്തെ വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ടായിരുന്നു. അയാളെ ആരും കൂകി വിളിച്ചില്ല. അയാൾ വളരെ മാന്യമായ ഒരു സ്ഥലത്ത് വന്നിരുന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കണ്ടു. അയാളുടെ ചുറ്റും ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷേ റിനി ആൻ ജോർജ് അങ്ങനെയല്ല. റിനി ആൻ ജോർജ് ഇപ്പോൾ ശ്രമിക്കുന്നത് തനിക്ക് മുഖ്യമന്ത്രി VD സതീശനുമായി വളരെ അടുപ്പമാണ് എന്ന് കാണിക്കാനായിട്ടാണ് അവർ അത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, VD സതീശനോടൊപ്പം നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. ഇതുതന്നെ അണികളിൽ വളരെ അമർഷമുണ്ടാക്കി. ഇതൊക്കെ മാധ്യമ വാർത്തയാവുകയും ചെയ്തു. റിനി ആൻ ജോർജ് VD സതീശനോടൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇനി എൻ്റെ പത്മനാഭൻ
അനന്തപത്മനാഭൻ്റെ മണ്ണ് ഭരിക്കും എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ വാർത്തയാക്കി. യഥാർത്ഥത്തിൽ ഇത് അവഗണിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്തരക്കാരെ പൂർണ്ണമായും അവഗണിക്കുക. അങ്ങനെ വരുമ്പോൾ പിന്നീട് അവരിത് ആവർത്തിക്കില്ല. ഇവിടെ ഏതൊരു മനുഷ്യനും ഒരു മനുഷ്യാവകാശമുണ്ട്, അവർക്ക് നമ്മുടെ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളുണ്ട്. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപമൊക്കെ ഇവർ നടത്തുന്നത്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം ഇത്രയധികം വഷളാക്കിയത് റിനി ആൻ ജോർജ് എന്ന് പറയുന്ന സ്ത്രീയാണ്. അവരാണ് ഇന്നലെ യാതൊരു എളുപ്പമില്ലാതെ ഇന്നലെ സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിയിലേക്ക് വന്നത്. ആർക്കും പാസ് കിട്ടും, അങ്ങനെ ഒരു പാസ് ഒപ്പിച്ചിട്ടായിരിക്കാം വന്നത്. ചിലപ്പോൾ VVIP പാസ് ആയിരിക്കാം. എന്തായാലും അവിടെ വന്നപ്പോൾ ഉചിതമായിട്ടുള്ള ഒരു സ്വീകരണം തന്നെയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ അവർക്ക് വേണ്ടി ഒരുക്കിയത്. അതിന് യൂത്ത് കോൺഗ്രസ്സുകാരോട് ഞാൻ നന്ദി പറയുന്നു. മുഖ്യമന്ത്രി VD സതീശനോടൊപ്പം മാത്രമല്ല, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്ന ചിത്രവും റിനി ആൻ ജോർജ് പങ്കുവച്ചിട്ടുണ്ട്. ഇവരോടൊക്കെ വളരെ അടുപ്പമുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് അത് എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഇത്തരക്കാരെ ഈ പറയുന്ന മന്ത്രിമാരൊക്കെ അകറ്റി നിർത്തുക, മുൻകാലങ്ങളിലെ പല കാര്യങ്ങളും ഓർക്കുക എന്ന് മാത്രമല്ല, ഒരു കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന റിനിയുടെ ഒരു സുഹൃത്തായിരുന്നു എന്ന് പറയുന്നു. ആ സുഹൃത്തിനെ കുറിച്ചാണ് ഇത്തരത്തിൽ അവർ ആരോപണങ്ങൾ ഉന്നയിക്കുകയും മറ്റാരെങ്കിലും കൊണ്ട് പരാതികൾ കൊടുപ്പിക്കാനും ഒക്കെ ഇവർ ശ്രമിച്ചത്. എപ്പോഴും റിനി ആൻ ജോർജ് CPMൻ്റെ ഭാഗമാണ്. അവരുടെ പിതാവ് ഒരു CPMകാരനാണ്. അവരെന്തിനാണ് ഈ കോൺഗ്രസ് നേതാക്കളോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് എനിക്കറിയില്ല. എന്തായാലും റിനി ആൻ ജോർജിന് ഇന്നലെ സത്യപ്രതിജ്ഞാ വേദിയിൽ ഉചിതമായിട്ടുള്ള ഒരു സ്വീകരണം ഒരുക്കിയ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.